നമ്മുടെ ഹോട്ട് വീൽസ് ഒക്കെ കളഞ്ഞു പോകുന്ന പോലെയാണ് പുള്ളിയുടെ ഫെറാറി ഒക്കെ കളഞ്ഞു പോകുന്നത്. ഞാൻ ഈ റീൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നാളെ ചിലപ്പോൾ എനിക്കൊരു ഫെറാറി മേടിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഫെറാറി കമ്പനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ കാറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നാളെ നിങ്ങൾക്ക് ഒരു ഫെറാറി കാർ മേടിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ഫെറാറി ലൈഫ് ടൈം ബാൻ കൊടുത്തിട്ട് ഇനി ഒരു കാർ മേടിക്കാൻ പറ്റാത്ത രീതിയിലാക്കും. ഈ ബാൻ ലിസ്റ്റിൽ കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. അവരാരൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? അതിലാദ്യത്തെയാണ് ഡെഡ്മോ 5. പുള്ളിയുടെ കാറിന് ഏതാണ്ട് ഇതുപോലെ റാപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് അതിനൊരു പ്രത്യേക എംബ്ലവും കൊടുത്ത് എന്നിട്ട് അതിനൊരു പേരിട്ട് എന്താണെന്നറിയാം? ഫെറാറി. അത് ഫെറാറിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല, അതുപോലെ അത് മാറ്റാനും അവർ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഒരു സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസും അയക്കുകയും ചെയ്തു. അടുത്തത് ജസ്റ്റിൻ ബീബർ. അപ്പൊ ജസ്റ്റിൻ ബീബറിന് ഒരു വെള്ള ഫെറാറി ഉണ്ട്. അത് റാപ്പ് ചെയ്ത് ഒരു ബ്ലൂയിഷ് കളറാക്കി. മദ്യപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കാറ് നഷ്ടപ്പെട്ടു. നമ്മുടെ ഹോട്ട് വീൽസ് ഒക്കെ കളഞ്ഞു പോകുന്ന പോലെയാണ് പുള്ളിയുടെ ഫെറാറി ഒക്കെ കളഞ്ഞു പോകുന്നത്. ആ കാർ കണ്ടെത്താൻ തന്നെ ഒരു 3 ആഴ്ചയോളം എടുത്ത്. അപ്പൊ തന്നെ അടിച്ചു കൊടുത്തു ബാന്. ഇതൊന്നുമല്ല, ഫെറാറിയെ നിങ്ങൾ പരസ്യമായിട്ട് എന്തെങ്കിലും മോശം സംസാരിച്ചാൽ പോലും അവർ ബാൻ അടിച്ചു തരും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ചിലപ്പോൾ എനിക്ക് ബാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഫെറാറി മേടിക്കാനുള്ള പൈസ ഇല്ല. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് 50 സെന്റ്. പുള്ളിയുടെ ഫെറാറിയിൽ എന്തോ പ്രശ്നങ്ങൾ കാരണം ആ ഫെറാറി ടോ ചെയ്യേണ്ടി വന്നു. ആ ടോ ചെയ്യുന്നത് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിനൊരു ക്യാപ്ഷൻ: എനിക്ക് ഇങ്ങനെ ഒരു കാറല്ല വേണ്ടത്, എനിക്കൊരു സ്മാർട്ട് കാറാണ് വേണ്ടത്. അങ്ങനെ ഫെറാറി അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ സ്വന്തം ഫെറാറി ആണെങ്കിൽ പോലും കമ്പനിയുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റൂല. അങ്ങനെ വിൽക്കണമെങ്കിൽ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇനി അവർ അനുവാദം ഇല്ലാതെ വിറ്റാൽ നിങ്ങൾക്ക് ബാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഫ്ലോയിഡ് മെയ്വെതർ ജൂനിയറിന് വരെ കിട്ടി ബാൻ. ഇനിയാണ് നമ്മുടെ സ്പൈഡർ നായർ, സ്പൈഡർ നോയർ, നിക്കോളാസ് കേജിന്റെ വരവ്. പുള്ളിക്ക് ടാക്സ് അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പുള്ളിയുടെ ഫെറാറി എൻസോ മാർക്കറ്റ് വിലയേക്കാളും താഴെ പുള്ളി അത് വിറ്റു. നിക്കോളാസ് കേജിന് കൊടുത്ത് ഒരു ബാൻ. അവസാനം എന്നെ ട്രോളാൻ വേണ്ടി എനിക്ക് വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫെറാറി ഒരു ഐറ്റം അങ്ങോട്ട് ഇറക്കി വിടുവാണ്, ഫെറാറി ലൂസെ. അപ്പോൾ അവർ ആ മോഡൽ ഇറക്കി എന്നുള്ള ഓർമ്മയെ അവർക്കുള്ളൂ. അതിനുശേഷം ചന്നം ഭിന്നം നിന്നവരും വന്നവരും പോയവരും എല്ലാം ട്രോളിക്കൊന്നു. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ല.